8ഓളം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡിജിറ്റൽ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ CDIനോട് വെരി താങ്ക്ഫുൾ ആണ്. ബിക്കോസ് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ കരിയർ എന്നുള്ളൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ CDIയിൽ നിന്നാണ്. ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം, ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ധൈര്യം എന്നതൊക്കെ ആഫ്റ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ശേഷമാണ്. ഹായ്, എൻ്റെ പേര് അർജുൻ. ഞാനിവിടെ കോഴിക്കോട് നിന്നാണ്. നിലവിൽ ഞാൻ ഇംഗ്ലീഷ് പ്ലസ് മദർ കമ്പനി ആയിട്ടുള്ള 8ഓളം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡിജിറ്റൽ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി CDIയിൽ വരുന്നതിന് മുന്നേ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറ്റിയിട്ട് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ അറിയുന്നത് കുറച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ ഇതെല്ലാം മെറ്റയുടെ അണ്ടറിലാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാതെ ഇതിനെ പറ്റി കൂടുതലായിട്ടുള്ളൊരു ധാരണകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ആഫ്റ്റർ CDIക്ക് ശേഷമാണ് നമ്മൾ കാണുന്ന ആഡ് പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് വരുന്നതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് റിയൽ ക്ലയൻസിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായി. മെറ്റ ആഡ്സ് ആണെങ്കിലും ഗൂഗിൾ ആഡ്സ് വഴിയൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. ആ ഒരു സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഒരു നല്ലൊരു കരിയറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ വന്നത്. കോഴ്സ് കഴിഞ്ഞ് വിത്തിൻ 2 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 വീക്സിൽ ഞാൻ ആകെ അറ്റൻഡ് ചെയ്ത് 2 ഇൻ്റർവ്യൂസ് ആണ്. ആ 2 ഇൻ്റർവ്യൂസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസും എനിക്ക് വേണ്ട മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ സെറ്റ് ചെയ്തതെന്നും അതിന് സഹായിച്ചതും ഒക്കെ CDI തന്നെയാണ്. ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയത് ഇവിടെ ഒരു കോഴിക്കോട് തന്നെയുള്ളൊരു മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറായിട്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഇംഗ്ലീഷ് പ്ലസ്സിൽ ആ ജോലി വേണ്ട എന്ന് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇംഗ്ലീഷ് പ്ലസ്സിൽ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് ജോയിൻ ചെയ്യുന്നത്. വിത്തിൻ ഒരു 3 months കൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ഡിജിറ്റൽ ഹെഡ് എന്ന പൊസിഷനിലേക്ക് എനിക്ക് പ്രൊമോട്ട് ആവാൻ സാധിച്ചു. നിലവിൽ ഒരു 8ഓളം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ 11ഓളം വരുന്ന മെമ്പേഴ്സിനെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിലാണ് ഞാനുള്ളത്. ആ ടീമിനെ ലീഡ് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡ് തന്നെ ഒരു സോഷ്യൽ മീഡിയ മാനേജറിൽ നിന്നും ഒരു ഡിജിറ്റൽ ഹെഡിലേക്കുള്ള ഒരു പ്രൊമോഷൻ, ഞാൻ വളരെ പ്രൗഡാണ് ആ കാര്യത്തിൽ. പിന്നെ കൂടാതെ തന്നെ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ചേർന്നിട്ടാണ് ആ കൺസൾട്ടൻസി റൺ ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം, ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ധൈര്യം വന്നതൊക്കെ ആഫ്റ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ശേഷമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ സോഴ്സ് എന്താണെന്നുള്ളത്. സോ അതിന് ശേഷമാണ് ഒരു ബിസിനസ്സൊക്കെ ചെയ്യാം എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കോഴിക്കോടങ്ങിലുള്ള മറ്റൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. പിന്നെ എൻ്റെ ടീമിൽ CDIയിൽ തന്നെ പഠിച്ച ഒരു ലേണറുണ്ട്. നമുക്ക് CDIയിൽ പഠിച്ച ലേണേഴ്സിൻ്റെ പൊട്ടൻഷ്യൽസ് നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് അയാളെ ഹയർ ചെയ്തത്. ആക്ച്വലി ഒരു 2 കൊല്ലം മുന്നേ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച ആളായിരുന്നു. പിന്നെയും എന്തൊക്കെയോ സാഹചര്യങ്ങളാൽ ഒരു 2 കൊല്ലം കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ആ 2 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പം ന്യൂ ലേണേഴ്സിനോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ടൈമിങ് വേസ്റ്റ് ചെയ്തത്. കാരണം ഞാൻ ഇപ്പം നിലവിൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു സമയം എന്ന് പറയുന്നത് ആ 2 കൊല്ലമാണ്, കഴിഞ്ഞു പോയ 2 കൊല്ലം. ആ 2 കൊല്ലം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എഫക്റ്റീവായിട്ട് എൻ്റെ കരിയർ കുറച്ചുകൂടെ ഉഷാറാക്കായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾക്കതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് നിങ്ങളുടെ കരിയറിൽ മാറുമെന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട. ആക്ച്വലി ഞാൻ CDIനോട് വെരി താങ്ക്ഫുൾ ആണ്. ബിക്കോസ് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ കരിയർ എന്നുള്ളൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ CDIയിൽ നിന്നാണ്. അതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്, എന്നെ പഠിപ്പിച്ച മെൻറ്റേഴ്സ് ഉണ്ട്, എൻ്റെ സെൻറ്റർ ഹെഡ് ഉണ്ട്, പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ആവാനുള്ള ഒരു എനർജി എനിക്ക് കിട്ടിയിട്ടുള്ള CDI തന്നെയാണ്. സോ താങ്ക് യു CDI.